ഇത്തരം തൊടുന്യായങ്ങളോ അല്ലെങ്കിൽ ഇത്തരം സത്യസന്ധത അല്ലാത്ത കാര്യങ്ങളോ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനോ കുറച്ച് നാളത്തേക്ക് നിങ്ങൾക്ക് ഇതുവരെ ഈ ഇലക്ട്രൽ മെഷീനെ വരെ നിങ്ങൾക്ക് സംശയമായിരുന്നു. ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിനെ സംശയമായി, ജനാധിപത്യപരമായി ചിന്തിക്കുന്ന പല സംഘടനകളെ നിങ്ങൾക്ക് സംശയമാണ്. ഇതെല്ലാം നിങ്ങൾ സൂചിപ്പിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഇതുവരെ കോൺഗ്രസിന് മാത്രമല്ല ദൃശ്യ മാധ്യമങ്ങൾക്ക് വരെ ഒരു എരയെ ആവശ്യമായിരുന്നു. നിരന്തരം തോൽക്കുന്ന ഒരു പാർട്ടി അവർ തങ്ങളുടെ സർവ്വശക്തിയും ഉപയോഗിച്ച് പ്രവർത്തിക്കുകയും നിയമത്തിൽ അനുശാസിക്കുന്ന രീതിയിലുള്ള എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് അവിടെ തിരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്തപ്പോൾ നിങ്ങൾക്കെന്താ ഇത്ര ഒരു വലിയ പ്രതിരോധം തീർക്കുവാനായിട്ട് ശ്രമിക്കുന്നു? അതിലെ മാധ്യമങ്ങളും ചേർക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇത് മാത്രമേ തെറ്റ് കാണുന്നുള്ളൂ? നിങ്ങൾ നിരന്തരമായി ഇവിടെ രാഷ്ട്രീയത്തിലും മതങ്ങൾ ഇടപെടുന്നതിനെക്കുറിച്ച് ശക്തമായി പറയുന്നുണ്ടല്ലോ. മതത്തിൻ്റെ പേരുള്ള രാഷ്ട്രീയ പാർട്ടി ഇവിടെ നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ അനിൽ അക്കരയ്ക്കോ അല്ലെങ്കിൽ വിനുവിനോ പ്രശ്നമൊന്നും തോന്നാറില്ലേ? അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് മാധ്യമങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു 26-30 ഉള്ള രാഷ്ട്രീയ പാർട്ടികളും ചേർന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രം കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ ഇവിടെ നേരെ മറ്റു മതസ്ഥാപനങ്ങൾക്ക് ഇവിടെ കൃത്യമായി മതമേലധ്യക്ഷന്മാർ ഡയറക്റ്റായിട്ട് ഈ ഇവിടെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. മതത്തിൻ്റെ പേരുള്ള ഒരു ഇവിടുത്തെ ഒരു മതത്തിൻ്റെ പ്രത്യേകമായ ഉത്സവത്തെ കുറിക്കുന്നത് വരെ ആ മതമേലധ്യക്ഷനാണല്ലോ. എന്നിട്ട് അദ്ദേഹം നേരിട്ട് ചർച്ചയിൽ പങ്കെടുത്താലും നേരിട്ട് രാഷ്ട്രീയം പറഞ്ഞാലും എന്നിട്ട് അത് പറയുന്നത് എന്താ? രാഷ്ട്രീയമായി അങ്ങനെ വിമർശിക്കരുത്, അത് മത മേലധ്യക്ഷനാണ് എന്ന് വരെ പറയുന്നതിൽ വിനുവിനൊരു പ്രശ്നമില്ല. പക്ഷേ ഞങ്ങൾ നിയമപരമായി എന്തെങ്കിലും വോട്ട് ചേർത്താൽ അത് വലിയ രാഷ്ട്രീയ പ്രശ്നമാണ്.